ഹായ് ഓൾ, AZB അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB ഗ്രൂപ്പ് ഡിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവര് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ കൊടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ RRB ഗ്രൂപ്പ് ഡിയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഓൺലൈൻ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഫോം ഫില്ലപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? അപ്പോ ഒരു തെറ്റ് പോലും വരാതെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ RRB ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ RRB ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ പോർട്ടലിലേക്ക് പോയി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഹോം പേജ് ആണിത്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. ഇതിൽ നിങ്ങൾ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഏരിയ കണ്ടു കാണുമല്ലോ. ദാ ഇവിടെ ഈ അപ്ലൈയിൽ കൊടുക്കുക. അപ്ലൈയിൽ കൊടുക്കുമ്പോഴേക്ക് നമുക്ക് രണ്ട് ഓപ്ഷനും കൂടെ വരും. അതായത് ക്രിയേറ്റ് ആൻ അക്കൗണ്ടും അതുപോലെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടും. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇതുവരേക്കും നിങ്ങൾ RRBയുടെ എക്സാംസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ NTPC, JE, ടെക്നീഷ്യൻ, ALP ഇതിൽ ഒരു എക്സാംസിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം. അതിനകത്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ RRBയുടെ ടെക്നീഷ്യനോ ALPയോ JEയോ അതുപോലെ നെക്സ്റ്റ് RPFO NTPCയോ ഏതെങ്കിലും ഒരു പരീക്ഷ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓൾറെഡി കാണും. ആ അക്കൗണ്ടിന്റെ യൂസർ നെയിമും പാസ്വേഡും പക്ഷെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയുള്ളവര് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പൊ ഞാൻ എന്തായാലും ബേസിക് ഡീറ്റെയിൽസ് തൊട്ട് പറഞ്ഞു പോവാണ്. ഇപ്പൊ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു ഡയലോഗ് ബോക്സ് ആണിത്. ഇതില് ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു പരീക്ഷ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓൺ ടൈം രജിസ്ട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത അതിന്റെ യൂസർ നെയിമും പാസ്വേഡും പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ആദ്യം നിങ്ങൾ നമ്മുടെ നാഷണാലിറ്റി നിങ്ങൾ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ നെയിം ആണ്, പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് വരുന്നത്. അപ്പൊ ഫുൾ നെയിം കൊടുക്കുക. അതില് നമ്മുടെ 10th സർട്ടിഫിക്കറ്റിനകത്ത് എന്താണ് നമ്മുടെ ഫുൾ നെയിം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊടുത്തേക്കണം കേട്ടോ. എന്നിട്ട് ആ ഫുൾ നെയിം വീണ്ടും റീടൈപ്പ് ചെയ്യാം ഈ ഒരു കോളത്തിലേക്ക്. നെക്സ്റ്റ്, നിങ്ങളെ പേര് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എസ് കൊടുത്തേക്കുക. എസ് കൊടുത്താൽ അത് ഏത് ആ ഒരു ഡീറ്റെയിൽസും കൂടെ നമ്മളത് കൊടുക്കേണ്ടി വരും തൊട്ട് താഴെയായിട്ട്. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിൽ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് അത് കൊടുക്കണം. അത് തന്നെ നിങ്ങൾ റീടൈപ്പ് ചെയ്യുക. അടുത്ത് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും നിങ്ങൾ റീസെലക്ട് ജെൻഡർ കൊടുത്തേക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അച്ഛന്റെ പേരാണ്. ഫാദേഴ്സ് നെയിം എന്താണോ 10th സർട്ടിഫിക്കറ്റിൽ കൊടുത്തേക്കുന്നത് അത് കൊടുക്കണം. അതുപോലെ അതിനെ റീടൈപ്പ് ചെയ്യണം. അമ്മയുടെ പേരും സെയിം പോലെ തന്നെയാണ്, അതും റീടൈപ്പ് ചെയ്തേക്കാം. നെക്സ്റ്റ് വരുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പറും ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാലിഡ് ഇമെയിൽ ID മൊബൈൽ നമ്പർ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം. കാരണം അതിനകത്തോട്ടാണ് അവര് ബാക്കി ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അയക്കുന്നത്. ഇപ്പൊ നമ്മൾ CBT1 പാസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ CBT2ന്റെ ഇന്റിമേഷൻ ആയിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഇമെയിൽ ID മൊബൈൽ ത്രൂ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ ത്രൂ ആണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാലിഡ് ആയിട്ട് ഇമെയിൽ ID അവിടെ കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ഇമെയിൽ OTP കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇമെയിലിനകത്ത് ഒരു OTP വരും. ആ OTP ഇതിലേക്ക് നിങ്ങൾ കൊടുക്കുക. കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അതിന്റെ വാലിഡേറ്റ് ചെയ്യുമോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കുക. അതും ജനറേറ്റ് മൊബൈൽ OTP കൊടുത്തതിന് ശേഷം OTP നിങ്ങൾ ഫില്ല് ചെയ്യുക. അതും വാലിഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ആധാർ വെരിഫിക്കേഷൻ ആണ്, മസ്റ്റ് ആണ്. ആധാർ വെരിഫിക്കേഷനിൽ നിങ്ങൾ ആധാർ കാർഡ് നമ്പറും അതിന്റെ OTP കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊടുക്കണം. കാരണം നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ അത് മസ്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈലിനകത്ത് അവർ പറയുന്നുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ഉള്ള ഒരു കുട്ടിയാണെങ്കിലും നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് കയറുന്ന സമയത്ത് അതിനകത്ത് വീണ്ടും ആധാർ വെരിഫിക്കേഷൻ ചോദിച്ച് അത് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കണം. കൊടുത്തതിന് ശേഷം
അതും ഗെറ്റ് ആധാർ OTP കൊടുക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡ് ഏത് നമ്പറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് OTP വരും. ആ OTP ഇവിടെ കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് അതിനോട്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡ് വെരിഫിക്കേഷൻ മസ്റ്റ് ആയിട്ടും ചെയ്തേക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഡിക്ലറേഷൻ ബോക്സ് വരും, അതിൽ ടിക്ക് കൊടുത്തേക്കുക. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, KYC, ഫോട്ടോ ഫോർ KYC വെരിഫിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ, ഇതെല്ലാം എന്താണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്താണ് കൊടുക്കുകയാണെന്നുള്ള രീതിക്ക്, ഓക്കെ, ഒരു ഒബ്ജക്ഷനും ഇല്ല എന്നുള്ള രീതിക്കുള്ള ഒരു ഡിക്ലറേഷൻ ബോക്സ് ആണ്, അത് ടിക്ക് കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, കൺഫേം ചെയ്യണം, ക്യാപ്ചർ കൊടുക്കുക. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അപ്പം പ്രിവ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത ഫുൾ ബേസിക് ഡീറ്റെയിൽസ് വരും. അത് ഫുള്ളി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ആ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് സബ്മിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇമെയിൽ ID-യിലേക്കും മൊബൈൽ നമ്പറിലേക്കും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വന്നിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ലോഗിൻ, അതായത് അപ്ലൈയിൽ കൊടുത്ത് എന്താണ് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് അല്ലെങ്കിൽ അത് തന്നെ വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അടുത്ത് വരുന്ന ഒരു പേജ് ആണ് ഈ കാണുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങളുടെ എന്താണ് യൂസർ നെയിം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കൊടുക്കുക. അത് കൊടുത്തിട്ട് പാസ്വേഡ് ഏതാണോ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് ക്യാപ്ചർ കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പേജ് ആണിത്. ഇതിൽ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അതില് ജനറൽ ഇൻസ്ട്രക്ഷൻസിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതില് നമുക്ക് ഒരു സെന്റിൽ മാത്രമേ, ഒരു പർട്ടിക്കുലർ വൺ സെന്റിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോ ചെന്നൈ ആണോ അതോ സെക്കന്ദരാബാദ് ആണോ അതിലിപ്പോ നമുക്ക് ബിലാസ്പൂർ ആണോ, അങ്ങനെ നമുക്ക് ഒരുപാട് സെന്റ് ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സെന്റിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ നമുക്ക് 13 ഇന്ത്യൻ ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിനകത്ത് ആസാമീസ്, ബംഗാൾ, ഗുജറാത്തി, കന്നഡ, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു, ഇങ്ങനെ വരുന്ന 13 റീജിയണൽ ലാംഗ്വേജസിൽ നമുക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ അവൈലബിൾ ആണ്. കൂടെ ഡീഫോൾട്ട് ആയിട്ട് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് താഴോട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് കൊടുത്താലും മതിയാകും. ഓക്കെ, കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ വരും. അതായത് സെൻ നമ്പർ 08/2024 വരും, സെൻ നമ്പർ 07/2024 വരും. ഇത് വേരിയസ് പോസ്റ്റ് ഓഫ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ് ആണ് കേട്ടോ. അത് നിങ്ങൾ നോക്കുക, നമുക്ക് കുറച്ച് കൂടെ മുന്നേ വന്ന ഒരു എക്സാമിന്റെ ആണ്. അത് പർട്ടിക്കുലർ ട്രേഡ് അനുസരിച്ചിട്ട്, എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു എന്താണ് ആപ്ലിക്കേഷൻ ആണ്. നമുക്കിപ്പോ കൊടുക്കേണ്ടത് ഈ മേളിൽ കാണുന്നതാണ്. വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1 ഓഫ് 7th CPC പേ മെട്രിക്സിൽ വരുന്ന ഈ ഒരു പോർഷൻ വേണം നമുക്ക് കൊടുക്കാൻ. ഇതില് ഏത് RRB ആണോ ആ RRB നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പൊ ചെന്നൈ ആണോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ബംഗളൂരു ഇപ്പൊ നമുക്ക് ഹബ്ലി അല്ലെ, അതുപോലെ സെക്കന്ദരാബാദ്, പിന്നെ അതിന് നോർത്ത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ, ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണ് നമ്മുടെ RRB ഏതാണോ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന RRB കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോസൺ RRB അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ വേക്കൻസീസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, RRB ചൂസ് ചെയ്യാൻ. RRB നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് താഴെ വരുന്ന ഐ ആം നോട്ട് കറന്റ്ലി ഡീബാർഡ് ബൈ എനി RRB ഓർ RRC എന്നെ കറന്റ്ലി ഡീബാർ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ടിക്ക് കൊടുത്തേക്കുക. എന്നിട്ട് നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് വരുന്നതാ ഞാൻ പോലെ ആധാർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അവിടെ വരും. ഓക്കെ, അതിലെ ജനറേറ്റ് ആധാർ OTP നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു OTP നമ്മുടെ ആധാർ നമ്പർ ഉള്ള ആ നമ്പറിലേക്ക് വരും. അപ്പൊ നിങ്ങൾ OTP കൊടുത്ത് ഡിക്ലറേഷൻ ബോക്സുകൾ കൊടുത്തതിന് ശേഷം മാത്രം വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എങ്ങോട്ട് പോവുള്ളൂ, നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസിലേക്ക് പോകത്തുള്ളൂ. ആദ്യം നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത്, അത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. കൺട്രി ഓഫ് നാഷണാലിറ്റി നോക്കണം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക, ഏജ് നോക്കുക. ഇതെല്ലാം നമുക്ക് അതിനകത്ത് കാണും കേട്ടോ. ഏജ് കാണും, അതുപോലെ ഫുൾ നെയിം കാണും, ഫാദേഴ്സ് നെയിം കാണും, മദേഴ്സ് നെയിം കാണും, ജെൻഡർ കാണും, ഇമെയിൽ അഡ്രസ്സ് കാണും, മൊബൈൽ നമ്പർ കാണും. മാരിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ കൊടുക്കണം, അത് നമ്മൾ അതിൽ കൊടുത്തിട്ടില്ല, അപ്പൊ അത് കൊടുക്കണം. റിലീജിയൻ കൊടുക്കണം, മദർ ടങ് കൊടുക്കണം. അതുപോലെ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ നമ്മൾ കൊടുത്തേക്കാം. ഇപ്പൊ നമ്മൾ മലയാളമാണ്, നമുക്ക് മലയാളം കൊടുത്തേക്കാം.
ബൈ ഡീഫോൾട്ട് ആയിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒക്കെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് പെർമനന്റ് വിസിബിൾ മാർക്ക് നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ 1ഉം ഐഡന്റിഫിക്കേഷൻ 2 നിങ്ങൾ കൊടുത്തേക്കാം. ഇപ്പൊ ബ്ലാക്ക് മോൾ ഓൺ ചീക്ക് ആണോ അത് നോക്കിയിട്ട് നിങ്ങൾ കൊടുത്തേക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ആണ്. കമ്മ്യൂണിറ്റി കൊടുക്കുക. കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ UR ആണോ SC/ST ആണോ OBC NCL ആണോ അങ്ങനെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പോസ്റ്റൽ അഡ്രസ് ആണ്. അതിൽ സ്റ്റേറ്റ് UT ഡിസ്ട്രിക്ട് കൊടുക്കണം, അഡ്രസ് കൊടുക്കുക, പ്രസന്റ് നിയറസ്റ്റ് സിറ്റി ഓർ മേജർ ടൗൺ കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. ഇത്രയും നമ്മുടെ പ്രസന്റ് അഡ്രസ് ആണ്. ഇത് തന്നെയാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ് എങ്കിൽ ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അതിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം സാധനം ഇപ്പുറത്ത് വരും. ഇനി അല്ല പെർമനന്റ് അഡ്രസ് വേറെ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് സേവ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന എക്സ് സർവീസ്മെൻ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഇപ്പോൾ നിങ്ങൾ എക്സ് സർവീസ്മെൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് കൊടുക്കാം? എസ് കൊടുക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ വരും. ഡിഫൻസ് സർവീസ് ഏതാ ഡിഫൻസ് സർവീസ് ആണെന്നുള്ളത് കൊടുക്കണം. റാങ്ക് ഏതാന്നുള്ളത് കൊടുക്കണം. ഡേറ്റ് ഓഫ് അറ്റസ്റ്റേഷൻ ഏതാന്നുള്ളത് കൊടുക്കണം. ആർ യു സ്റ്റിൽ ഇൻ ഡിഫൻസ് സർവീസ്, ഇപ്പോഴും നിങ്ങൾ ഡിഫൻസ് സർവീസിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൊടുക്കണം. ലെങ്ത് ഓഫ് സർവീസ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നോ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഫില്ല് ചെയ്യേണ്ടത് എസ്സുകാർക്ക് മാത്രമാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആണ്. PWBD ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ വരിക. അതില് നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ട. എസ് കൊടുക്കുന്ന ഇപ്പം എന്താണ് 40% ഡിസബിലിറ്റി ഉള്ളവർക്കും ഫുള്ളി ഇത്ര ശതമാനം ഡിസബിലിറ്റി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതും നോട്ടിഫിക്കേഷനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ എസ് കൊടുത്തിട്ട് ഡിസബിലിറ്റി കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. സബ് ഡിസബിലിറ്റി കാറ്റഗറി കൊടുക്കണം. പെർസെന്റേജ് ഓഫ് ഡിസബിലിറ്റി കൊടുക്കണം. നേച്ചർ ഓഫ് ഡിസബിലിറ്റി കൊടുക്കണം. ടിൽ ഡേറ്റ് കൊടുത്തേക്കുക. PWBD സർട്ടിഫിക്കറ്റ് നമ്പർ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. PWBD സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കേട്ടോ. അപ്പൊ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. UDID അവൈലബിൾ ആണെങ്കിൽ UDID കൊടുത്തേക്കുക. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ് ഏതാണോ അതും കൊടുക്കുക. അതും കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വരുന്ന സ്ക്രൈബ് ഡീറ്റെയിൽസ് ആണ്. ഇപ്പം സ്ക്രൈബ് ആവശ്യമുള്ളവർ എന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് കൊടുക്കണം. അവിടെ നമുക്കിതാ ഡു യു നീഡ് എ സ്ക്രൈബ് ഇഫ് യുവർ റൈറ്റിംഗ് എബിലിറ്റി ഈസ് എഫക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് മെൻഷൻഡ് ഇൻ, അതായത് സെൻ 08/2024 അതില് പാരഗ്രാഫ് 11 നിങ്ങൾ വായിച്ചു നോക്കണം. അതില് ഇപ്പോ നമുക്ക് എഴുതാൻ റൈറ്റിംഗ് എബിലിറ്റിയിൽ അഫക്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്ക്രൈബ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോ നോ ആണെങ്കിൽ നമുക്ക് ഇതൊന്നും ഫില്ല് ചെയ്യേണ്ട. എസ് കൊടുത്തേക്കാം. എസ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഡു യു ഹാവ് സ്ക്രൈബ് ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അത് നമ്മൾ എസ് കൊടുക്കണം. നോ കൊടുക്കരുത്, എസ് കൊടുക്കുക. ഈസ് ദ സ്ക്രൈബ് എ കാൻഡിഡേറ്റ് ഇൻ എക്സാമിനേഷൻ, അതായത് ഈ ഒരു എക്സാമിനേഷൻ ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നോ തന്നെ കൊടുക്കണം. എസ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടില്ല കേട്ടോ. അപ്പൊ നോ കൊടുക്കുക. അതായത് ഈ എക്സാം എഴുതുന്ന ഒരാളാവരുത് എന്നാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈ സ്ക്രൈബ് അസിസ്റ്റിംഗ് എനി അതർ കാൻഡിഡേറ്റ്, വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതും അവിടെ നോ നിങ്ങൾ കൊടുത്തേക്കണം. പ്ലീസ് മെൻഷൻ യുവർ സ്ക്രൈബ് ഫുൾ നെയിം നമ്മൾ കൊടുക്കണം. വിസിബിൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഓഫ് സ്ക്രൈബ് കൊടുക്കുക. ഹയസ്റ്റ് സ്ക്രൈബിന്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് ഐഡന്റിറ്റി പ്രൂഫ് നമ്മൾ കൊടുക്കണം. അതുപോലെ ഐഡന്റിറ്റി ഡോക്യുമെന്റ് നമ്പർ ഏതാണ് നമ്മൾ പ്രൂഫ് കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോഗ്രാഫ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സ്പെസിഫിക്കേഷനിൽ തന്നെയാണ് സ്ക്രൈബിന്റെ ഫോട്ടോഗ്രാഫ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഫോട്ടോഗ്രാഫ് എങ്ങനെയായിരിക്കണം? കളർ പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 35 mm × 45 mm അല്ലെങ്കിൽ 320 × 240 പിക്സലിൽ കൊടുത്തേക്കാം. JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. 30 KB to 70 KB ആയിരിക്കണം അതിന്റെ ഫയൽ സൈസ് വരേണ്ടത്. ഇനി മൊബൈൽ യൂസ് ചെയ്തിട്ടോ സെൽഫ് പോർട്രേറ്റ് യൂസ് ചെയ്തിട്ടോ ഉള്ള ഫോട്ടോ ആവരുത്. ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ തന്നെ നിങ്ങൾ ചെന്ന് ഫോട്ടോ എടുത്തിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കാൻഡിഡേറ്റിന്റെ ഫോട്ടോയുടെ ഫ്രണ്ട് വ്യൂ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതുപോലെ ക്യാപ്സും ഡാർക്ക് ഗ്ലാസും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഗ്ലാസ് യൂസ് ചെയ്യാം, നമ്മുടെ പ്ലെയിൻ ഗ്ലാസ്, നിങ്ങൾക്ക് ഇപ്പോൾ പവർ ഗ്ലാസ് യൂസ് ചെയ്യാം. പക്ഷെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഗ്ലെയർ അടിക്കാത്ത രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഗ്ലാസ് യൂസ് ചെയ്യാൻ. ഇല്ല നിങ്ങൾ ഗ്ലാസ് ഇച്ചിരി ഊടി വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ കവർ ചെയ്യുന്ന രീതിക്ക് ഒന്നും മുഖം മറയ്ക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോ തട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ തട്ടം ഒന്ന് ഊരി വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുക. തട്ടം ഹെഡ് കവർ ചെയ്യുന്ന രീതിക്കൊന്നും നമ്മൾ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്.
ഓക്കെ, ഷാഡോ വീഴാൻ പാടില്ല, ക്ലോത്ത് വെച്ച് കവർ ചെയ്യാൻ പാടില്ല, ജ്വല്ലറി ഇങ്ങനത്തെ വെച്ചിട്ടൊന്നും നമ്മൾ കവർ ചെയ്ത് ഫേഷ്യൽ ഫീച്ചേഴ്സ് മറയ്ക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ഫോട്ടോ എടുത്ത് ഫോട്ടോ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്നുള്ള കാര്യം. ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം 50,000 താഴെ വരുന്ന കുട്ടികളുണ്ട്. അപ്പം അവർക്ക് എന്താണ് EBC ഡീറ്റെയിൽസ് എടുക്കുക, അതായത് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനകത്ത് നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ EB സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് അത് എടുത്തു വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ചോദിക്കുന്നുണ്ട് EB സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണോ, നോ ആണെങ്കിൽ അത് ഫിൽ ചെയ്യേണ്ട, എസ് ആണെങ്കിൽ ഫീ കൺസെഷൻ, ഡു യു വിഷ് ടു അവെയിൽ ഫീ കൺസെഷൻ, അത് എസ് കൊടുത്തേക്കാം കേട്ടോ. അതായത് ട്രാവൽ അലവൻസ് ഇല്ല, പക്ഷെ നിങ്ങളുടെ ഫീ കൺസെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. EBC കാറ്റഗറീസിലുള്ളവർക്ക് അത് ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ നമ്മൾ കൊടുക്കണം. ഇഷ്യൂയിങ് അതോറിറ്റി കൊടുക്കുക, ഇഷ്യൂയിങ് ഡേറ്റും കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ എന്താണ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഫാമിലി ഇൻകം ലെസ് ദാൻ 50,000 ആണ് ഒരു ആനുവൽ ഫാമിലി ഇൻകം, അല്ലെങ്കിൽ BPL കാർഡ് ഹോൾഡേഴ്സിന്, അതും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം ഹോൾഡേഴ്സിനും എന്താണ് ഈ ഒരു EBC എന്ന് പറയുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക്, അതായത് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഷുഡ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആയിരിക്കണം. അത് നമുക്ക് Annexure 3A, നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് Annexure 3A എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് നമ്മുടെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അതെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി EBC ആൻഡ് EWS ആർ ഡിസ്റ്റിൻറ്റ് കാറ്റഗറീസ്. EBCയും EWS രണ്ട് വേറെ വേറെയാണ്. EBC ഷുഡ് നോട്ട് ബി കൺഫസ്ഡ് വിത്ത് OBC. OBC ആയിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ചെയ്യരുത്. EBC ഇക്കണോമിക്കലി ബാക്ക്വേർഡും EWS എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനുമാണ്. EBC candidates should be aware that they are entitled only for the fee concession and not job reservation. അതായത് EBC കാൻഡിഡേറ്റ്സിന് ഫീ കൺസെഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ജോബ് റിസർവേഷൻ ഉണ്ടായിരിക്കില്ല. ആ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. Applicants are required to submit relevant EB certificate and as when required by RRB ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ EB സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, EBC സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇഫ് വാലിഡ് EB സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് സബ്മിറ്റഡ് ഡ്യൂറിംഗ് DV, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള EB സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് അവിടെ വെച്ച് അവർ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വേറെ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല, അവർ റിജക്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ആപ്ലിക്കന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ റെയിൽവേയിലെ എംപ്ലോയി ആണ്, എപ്പോഴത്തെ സെർവിങ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നോ ആണെങ്കിൽ നമുക്ക് ഫിൽ ചെയ്യേണ്ട, എസ് ആണെങ്കിൽ ഹാവ് യു അപ്ലൈഡ് ഫോർ NOC ഫ്രം ദ കൺട്രോളിംഗ് ഓഫീസർ ചോദിക്കുന്നത്. NOC അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. സെലക്ട് കാറ്റഗറി ഉണ്ട്, പ്ലേസ് ഓഫ് വർക്കിംഗ് ഉണ്ട്, സോൺ ആണോ, PU ആണോ, യൂണിറ്റ് ആണോ, അങ്ങനത്തെ കാര്യം നമ്മളവിടെ കൊടുക്കണം. ഇനി കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റൈസ്. ഇപ്പൊ ഒരു ഇന്നലെയാണ് നമുക്ക് എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ, ഒരു അപ്ഡേറ്റ് പോലെ വന്നത്. CCAA, അതായത് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റൈസ് എടുത്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് NCVT നാഷണൽ നാഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഹാജരാക്കാൻ, അങ്ങനെയുള്ളവർക്ക് NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. നാക്കിന്റെ NCVT മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ, SCVTക്കാർക്ക് പറ്റില്ല. അത് പ്രത്യേകം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് RUA കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റൈസ് ഇൻ റെയിൽവേ എസ്റ്റാബ്ലിഷ്മെന്റ്സ്, അതായത് റെയിൽവേ എസ്റ്റാബ്ലിഷ്മെന്റ്സിൽ നിന്നും കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റൈസ് എടുത്ത ഒരാളാണോ ചോദിക്കുന്നുണ്ട്. ആൻഡ് പ്രോസസിംഗ്, എന്നിട്ടോ നാക് ഗ്രാൻഡഡ് ബൈ NCVT ഗ്രാൻഡ് ചെയ്തിട്ടുള്ള നാക് സർട്ടിഫിക്കറ്റും പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. എസ് ആണെങ്കിൽ ബാക്കി നെയിം ഓഫ് ദ ട്രേഡ് ഉണ്ട്, ട്രെയിനിങ് ഫ്രം ദ ഡേറ്റ് ഉണ്ട്, ട്രെയിനിങ് ടു ദ ഡേറ്റ് ഉണ്ട്, ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് ഉണ്ട്, ഈസ് യുവർ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. നോ ആണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ഫിൽ ചെയ്യേണ്ട കാര്യമായിട്ടില്ല. ഓക്കെ, ഇനി ഒരു കറണ്ട് എംപ്ലോയി, ഇപ്പൊ നിങ്ങൾ ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യം വരില്ല, കറണ്ട് എംപ്ലോയിയുടെ കാര്യം വരത്തില്ല. ഇവിടെ നോ ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് സെർവിങ് റെയിൽവേ ആപ്ലിക്കന്റ് നോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം വരും. അതായത്
കറണ്ട് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ഇപ്പം റെയിൽവേ എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സോ വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഏതാണ് കറണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ലെങ്ത് ഓഫ് സർവീസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ എന്താ ചൂസ് ചെയ്തേക്കാം. പിന്നെ NOC അതായത് യു ഷുഡ് പ്രസന്റ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം പ്രസന്റ് എംപ്ലോയർ അറ്റ് ദ ടൈം ഓഫ് DV സമയത്ത് ഈ പ്രസന്റ് എംപ്ലോയർക്ക് എന്താണ് NOC പ്രസന്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അത് ഫിൽ ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പൊ കറന്റ് എംപ്ലോയ്മെന്റ് ഉള്ളവർ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ PSU ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ നിങ്ങൾ കൊടുത്താൽ മതി. ഇനി നമുക്ക് റീഫണ്ട് ഏത് ബാങ്കിലേക്കാണ് വരേണ്ടതെന്നുള്ളത്. നമ്മൾ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കുമ്പോൾ ഗേൾസിനാണെങ്കിൽ 250 രൂപയും ബോയ്സിനാണെങ്കിൽ 500 റുപ്പീസും ആണ്. അപ്പം ഗേൾസിന്റെ ഫുള്ളി എമൗണ്ട് റീഫണ്ട് ചെയ്യും. എപ്പോഴാണ്? CBT 1 പരീക്ഷ കഴിയുമ്പോൾ. നിങ്ങൾ പരീക്ഷ എഴുതിയാൽ മാത്രം, CBT 1 പരീക്ഷ എഴുതിയാൽ മാത്രമേ റീഫണ്ട് ചെയ്യുള്ളൂ. അത് 250 രൂപ ഗേൾസിന് വരും. ബോയ്സിനാണെങ്കിൽ 400 രൂപ തിരിച്ചു കിട്ടും. CBT 1 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 400 രൂപ തിരിച്ചു കിട്ടും. 100 രൂപ മാത്രമേ റെയിൽവേ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ റീഫണ്ട് ഓഫ് ഫീയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. റീഫണ്ട് ഓഫ് ഫീ അക്കൗണ്ട്, അതായത് ആ അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുത്തേക്കാം. അക്കൗണ്ട് എന്താണ് നമ്പർ കൊടുത്തേക്കണം. അതൊന്നും കൂടെ കൺഫേം ചെയ്യണം. IFSC കോഡ് കൊടുത്ത് കൺഫേം ചെയ്യുക. അപ്പൊ നമുക്ക് ആ ബാങ്ക് നെയിമും അതുപോലെ ബാങ്ക് അഡ്രസ്സും നമുക്ക് അവിടെ വരുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾ സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൊടുക്കേണ്ടതാണ്. നിങ്ങളിപ്പോ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, SSLC ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്ട് ഏതാണ്, ബോർഡ് ഏതാണ്, ഡേറ്റ് ഓഫ് പാസിംഗ്, റോൾ നമ്പർ, SSLC മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിലൊക്കെ വന്നിട്ടുള്ള സീരിയൽ നമ്പറും അവർ ചോദിക്കും. അത് നമ്മൾ കൊടുത്തേക്കാം. ഇപ്പോൾ 10th ബേസ് ആണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ അത് കൊടുക്കാം. ഇനി അതല്ല, അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വിട്ടാൽ നമുക്ക് ഇതുപോലെ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ITI ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ട്രേഡ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡേറ്റ് ഓഫ് പാസിംഗ്, സർട്ടിഫിക്കറ്റ് നമ്പർ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് NCVT ആണോ SCVT ആണോ എന്നുള്ള ചോദ്യമുണ്ട്. സർട്ടിഫിക്കറ്റ് ടൈപ്പ് NTC ആണോ STC ആണോ എന്നുള്ള കാര്യവും ഉണ്ട്. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക ITI കാരാണെന്നുണ്ടെങ്കിൽ. ഇനി അല്ല നിങ്ങൾ NAC ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ NAC കൊടുക്കുക, ട്രേഡ് കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, ഡിസ്ട്രിക്ട് കൊടുക്കുക, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, ഡേറ്റ് ഓഫ് പാസിംഗ്, സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ NCVT മാത്രമേ ഉള്ളൂ. അതുപോലെ സർട്ടിഫിക്കറ്റ് ടൈപ്പ് നിങ്ങൾ അവിടെ കൊടുക്കണം. ഓക്കെ, അത് NACന്റെ ആണ്. സർട്ടിഫിക്കറ്റ് ടൈപ്പ് വരെ അത് കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഇതില് നമുക്ക് 10th പാസ് ആയിട്ടുള്ളവർക്ക് മാത്രം നിങ്ങൾക്ക് എന്താണ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ITI മാത്രമാണെങ്കിലും കൊടുക്കാം. NAC അതായത് CCA ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മെട്രിക്കുലേഷൻ മാത്രമല്ലെങ്കിൽ മെട്രിക്കുലേഷൻ മാത്രം വെച്ച് കൊടുത്താൽ മതി. ITI മാത്രമല്ലെങ്കിൽ അത് ITI മാത്രം വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സ്കാൻഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ കൊടുക്കണം. ഇപ്പൊ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ബ്രൗസ് ചെയ്ത് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്ന കാര്യമാണ്. 2 മാസത്തിൽ കുറയാതെയുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഡാർക്ക് കളർ ഡ്രസ്സും ആയിരിക്കും എന്നുള്ള കാര്യം. അതായത് വൈറ്റ് കളർ ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ലൈറ്റ് കളറും വൈറ്റ് കളറും ഡാർക്ക് കളർ ഡ്രസ്സ് വേണം നിങ്ങളത് ഇട്ട് വേണം എന്താണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇതിന്റെ ഒരു 12 കോപ്പിയോളം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. ഇനി വരുന്ന എന്താണ് ഇപ്പൊ CBT 1 കഴിഞ്ഞു, CBT 2 കഴിഞ്ഞു, അതായത് DV കഴിഞ്ഞു, അത്രയും പ്രോസസ്സ് കഴിയുന്നവരേക്കും ഈ ഫോട്ടോ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് സിഗ്നേച്ചറിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് പെൻ വെച്ചിട്ട് വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്ത്, നോട്ടിഫിക്കേഷനകത്ത് ബ്ലാക്ക് പെൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ബ്ലാക്ക് പെൻ വെച്ച് എന്താണ് വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അത് കറക്റ്റ് ഫയൽ സൈസിൽ കൊണ്ടുവന്ന് 30 to 50 KB നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തതിനകത്ത് എന്താണ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് കൂടെ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്ന പോസ്റ്റ് പ്രിഫറൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഏത് സോൺ ആണോ അതെല്ലാം നമ്മൾ അതിനകത്ത് കാണിക്കും. ഇനി പോസ്റ്റ് പ്രിഫറൻസ് ആണ്. ഇത്രയും പോസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള എല്ലാ പോസ്റ്റും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇതിലേക്കാണോ പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അത് കൊടുക്കുക.
ഇപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള റീജിയനിലേക്ക് ആണ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിന് മേലോട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾ ആദ്യം പ്രിഫറൻസിൽ കൊടുത്തിട്ട് ബാക്കി താഴോട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെയായിരുന്നാലും ജോലിക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ വർക്ക്ഷോപ്പ് മാറ്റിയിട്ട് ജനറൽ സർവീസ് ആദ്യം കൊടുത്ത് വർക്ക്ഷോപ്പ് പിന്നെ കൊടുത്താലും മതിയാകും. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബോയ്സ് ആണെങ്കിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കുന്നതിന് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ഗ്രേഡ് 4. അത് ഏറ്റവും ലാസ്റ്റ്. അപ്പം അത് ആ ഒരു പോസ്റ്റിലേക്ക് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് എവിടെ വേണേലും കൊടുക്കാം. ഇനിയല്ല ഇപ്പോൾ ഗേൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് കൊടുത്താലും മതിയാക്കും ട്രാക്ക് മെയിൻ്റനർ എന്ന് പറഞ്ഞ പോസ്റ്റ്. ബാക്കിയെല്ലാം ഈ പറയുന്ന എല്ലാം നമുക്ക് എന്താണ് നമ്മുടെ വർക്ക്ഷോപ്പിനകത്തും ജനറൽ സർവീസിനകത്തും വരുന്ന പോസ്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ അത് പ്രിഫറൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. കൊടുത്തതിന് ശേഷം താഴെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം ഡിക്ലറേഷൻ കൊടുക്കുക. ഡിക്ലറേഷൻ അകത്ത് ഇതും ടിക്ക് ചെയ്യണം, ഇവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, രണ്ടും ടിക്ക് ചെയ്തേക്കുക. എന്നിട്ട് നമ്മുടെ പ്ലേസ് എൻ്റർ ചെയ്യണം. ആപ്ലിക്കൻ സിഗ്നേച്ചർ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക, ഡേറ്റ് നോക്കുക. സേവ് പ്രിവ്യൂ ആപ്ലിക്കേഷൻ. പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇത്രയും നേരം ഇരുന്ന് ഫുള്ള് എന്താണ് ചെയ്തതിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ കിട്ടും. അത് ഫുള്ളി വായിച്ച് നോക്കിയതിന് ശേഷം ശരിയാണെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പേ വിത്ത് SBI ഇ-പേ വെച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ UPI പേയ്മെന്റ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്താണ് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇനി നിങ്ങൾ എല്ലാം പേയ്മെന്റ് സബ്മിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും എറർ വന്നു, അതായത് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. കറക്ഷൻ വിൻഡോ ഈ മാസം 25 തൊട്ട് മാർച്ച് 6 വരെ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ആ സമയത്തൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ കറക്ഷനും ഐ തിങ്ക് ദാറ്റ് ഒരു 100 രൂപ വെച്ചിട്ടോ 200 രൂപ വെച്ചിട്ടാണ് ഓരോ കറക്ഷൻ വരുന്നത്. ആദ്യത്തെ ഒരു കറക്ഷൻ 100 രൂപ വെച്ചിട്ട് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വരുമ്പോൾ അടുത്ത 200 രൂപ വെച്ചിട്ടോ അങ്ങനെ എന്തോ ആണ് ഒരു ഫീ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ കറക്ഷൻ ഇല്ലാതെ മാക്സിമം നോക്കുക. കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ചോസൻ RRBയും അതുപോലെ നമ്മുടെ ക്രിയേറ്റഡ് അക്കൗണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ആപ്ലിക്കേഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു എന്താണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കുള്ള ആ ഒരു ലിങ്ക് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിലെങ്കിലും കൊടുത്തേക്കാം. നിങ്ങളത് എന്താണ് ആ ഒരു ലിങ്ക് ത്രൂ നിങ്ങൾ എൻ്റർ ചെയ്ത് ഫോം ഫില്ലപ്പ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു സെഷനുമായിട്ട് ഇതിന്റെ തന്നെ റിലേറ്റ് ചെയ്ത് പുതിയൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.